പറയുന്നത് അന്വേഷണം കാര്യക്ഷമമായി നടക്കണം, അതിന് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. UAPA ചുമത്തിയോ ഇല്ലയോ എന്നതല്ല പ്രധാനം. അന്വേഷണം നടക്കുകയും അതിൽ ശരിയായ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്യണം എന്നതാണ്. ഞാൻ ബഹുമാനീയ ശ്രീ PS ശ്രീധരൻപിള്ള സാർ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട് പലതിലും. കാരണം നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗപ്പെടാറുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞത് 307 മാത്രമല്ല 308 അല്ലേ. തലയ്ക്ക് മുകളിലൂടെ കൈ പോയി അല്ലെങ്കിൽ വടി പോയി, ആ വടി കൊണ്ടിരുന്നെങ്കിൽ ആൾ മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് 308 ഇടുന്ന എത്രയോ കേസുകൾ എനിക്കറിയാം. ഒരു അഭിഭാഷകർ നിലയിൽ നമുക്ക് പല വകുപ്പുകളെയും അന്വേഷണ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് ഇന്നത്തെ കാലത്ത് തുടങ്ങിയതല്ല, അത് അനവധി വർഷക്കാലമായി അത്തരം ദുരുപയോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഇപ്പോൾ ഇല്ല എന്നൊന്നും പറയാൻ മാത്രം ആളല്ല ഞാൻ. ഇപ്പോഴും നടക്കുന്നുണ്ട്, മുമ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഞാൻ ചോദിച്ച പ്രസക്തമായൊരു ചോദ്യം, അത് 2 ദിവസം കഴിഞ്ഞിട്ട് സാർ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലോ. ഈ കേസിൽ UAPA ചുമത്താനുള്ള കുറ്റമുണ്ടോ? തീർച്ചയായും BJP അഭിപ്രായം പറഞ്ഞാൽ ഈ കേസിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ട് അത്തരമൊരു അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു നിയമവും അനാവശ്യമായി ദുരുപയോഗം ചെയ്യരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു നിരപരാധിയും കരിനിയമങ്ങൾ മൂലം ദുരിതം അനുഭവിക്കരുത്. ഇപ്പം നേരത്തെ പറഞ്ഞ ശ്രീ അബ്ദുൽ നാസർ മദനി എനിക്ക് വ്യക്തിപരമായി വളരെ വിഷമമുള്ള ഒന്നാണ്. ഒരു പതിറ്റാണ്ടുകളോളം ഒരു മനുഷ്യനെ ജയിലിലിട്ട് കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തി അവസാനം വിചാരണ നടത്തി കഴിയുമ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യായുസാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ ജയിലിട്ടിരിക്കുന്നു. UAPA നിയമത്തിൻ്റെ ദുരവസ്ഥ നിമിത്തമാണ് അദ്ദേഹത്തിന് അത്തരം ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ ആ കരിനിയമത്തിൻ്റെ ഇഫക്റ്റിനെ സംബന്ധിച്ച് എനിക്കും ദുഃഖമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അങ്ങനെ ജയിലിടണ്ടേ? അബ്ദുൽ നാസർ മദനിയുടെ ഒരു എക്സെപ്ഷണൽ കേസാണ്. ഭരണകൂടം പലപ്പോഴും വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ യഥാർത്ഥ അത്തരം ക്രൈം ചെയ്യുന്ന ഒരാളകത്ത് പോകണ്ടേ? അപ്പോൾ ഈ നിയമം പ്രസക്തമാണോ എന്ന് നമുക്ക് അന്വേഷിക്കാം. ലിജു തന്നെ സൂചിപ്പിക്കുന്നത് അൺലോഫുൾ പ്രിവെൻഷൻ ആക്ടിൻ്റെ, ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൻ്റെ ദുരുപയോഗം രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിന് ലിജു ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം അബ്ദുൽ നാസർ മദനിയാണ്. അതുപോലെ നിരവധി ആളുകൾ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ തടവുകാരായി ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട് എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഈ കേസിൽ UAPA ചുമത്താൻ സംസ്ഥാന പോലീസ് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ആഘാതം അത് എത്രത്തോളം ഗൗരവമുള്ളതായിരിക്കുമെന്ന ആലോചന അത് നടത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വമല്ലേ? ആ രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാന പോലീസ് അതിരുകടന്നൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നിർദ്ദേശം അത് നൽകേണ്ടതുമല്ലേ? നമ്മുടെ തലവേദന വരുന്നത് കൊണ്ട് ആരും തലവെട്ടിക്കളയാറില്ലല്ലോ. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് കൊണ്ട് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ആ ഇഫക്റ്റ് മാറ്റുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ശക്തമായ നിയമങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള അത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തടയണമെന്നുണ്ടെങ്കിൽ നിയമം ശക്തമായിരിക്കണമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ നിയമങ്ങൾ വേണം. അത് ദുരുപയോഗം ചെയ്യപ്പെടേണ്ട സാഹചര്യമാണ് ഒഴിവാക്കപ്പെടേണ്ടത്. ഞാൻ ഈ കേസിനെ സംബന്ധിച്ച് പറയാൻ BJPക്ക് അവരുടെ ഒരു സജീവ പ്രവർത്തകനാണ് നഷ്ടപ്പെട്ടത്. അവർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണ തലവനെ മാറ്റണം, CBI ഈ കേസ് ഏൽപ്പിക്കണം. നമുക്കറിയാം CBI ഒരു കേസ് ശ്രീധരൻപിള്ള സാർ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഏകപക്ഷീയമായി കേരളത്തിലെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതിന് മുൻപ് ഈ കേസ് നേരിട്ട് CBIക്ക് കൊടുത്താൽ CBI ഈ കേസ് എടുക്കുമോ? ആരെങ്കിലും ഇത് സംബന്ധിച്ച് അന്വേഷണം കോടതിയിൽ സമീപിച്ചിട്ട് പ്രാഥമിക അന്വേഷണം പോലും നടത്തുന്നതിന് മുമ്പ് ഈ കേസ് CBIക്ക് കൈമാറുന്നതിൻ്റെ സാങ്കത്യം എന്തെന്ന് ചോദിച്ചാൽ കോടതി ഇത് സംബന്ധിച്ച് എന്ത് പരാമർശമായിരിക്കും നടക്കുന്നത്? നമ്മൾ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ച് ആ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു ഉപരി ഏജൻസി അന്വേഷിക്കുമെന്ന് പറയുന്നതാണ് ശരിയെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഇത് CBI അന്വേഷിക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇത്തരം കേസുകൾ അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിലെ ക്രിമിനൽ ബ്രെയിൻസ് ഇരുട്ടിലിരുന്ന് ആസൂത്രണം നടത്തി കോടാലിക്കൈകളെ കൊണ്ട് കൊലപാതകം നടന്നവരിന് ഏത് പാർട്ടിയിലായിക്കൊള്ളട്ടെ, അത് CPM ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഇനി SDP ആയിക്കൊള്ളട്ടെ, ഏത് പാർട്ടിയിലും ആയിക്കൊള്ളട്ടെ, അവർ അകത്തു പോകണം. അത്തരം ക്രിമിനൽ ആക്ടിവിറ്റി. സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കിയ FIRൽ UAPA പ്രകാരം ഉള്ള വകുപ്പുകൾ ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷമാണ് ആ വകുപ്പ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാണ് അനൗദ്യോഗികമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും. വളരെ പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ എന്തായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഇത്തരം വലിയ അക്രമ സംഭവങ്ങൾ തടയുക, അല്ലെങ്കിൽ അതിന് ശക്തമായ നിയമ സംവിധാനം തന്നെ വേണം എന്ന വളരെ സ്വാഭാവികമായ ഒരു ചിന്ത അതായിരിക്കുമോ? അതോ അതിനപ്പുറത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവരെ ഇത്തരം ഒരു നിയമവ്യവസ്ഥ കൂടി ഉപയോഗിക്കേണ്ടതിലേക്ക് എത്തിച്ചിട്ടുണ്ടാകുമോ?
സാധാരണഗതിയിൽ FIR തയ്യാറാക്കുന്നത് പോലീസ് ഗവൺമെന്റുമായി ആലോചിച്ചിട്ട് അല്ലല്ലോ. ഇവിടെയും കേരള ഗവൺമെന്റ് കൊടുത്തൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് എന്ന് ഞാൻ കരുതുന്നില്ല. ആ കൂടിയാലോചന ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്ക് പറയാനും കഴിയില്ല. പക്ഷെ ഇവിടെ ഒരുപക്ഷെ വൈകാരികമായി BJP ശക്തമായ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കേസ്, പ്രതികരിക്കുന്ന കേസ്, അവരെ തൃപ്തിപ്പെടുത്താൻ ഇതൊരു പക്ഷേ സഹായകമായേക്കും എന്ന ധാരണ പോലീസിനുണ്ടായി കാണും. ശ്രീധരൻപിള്ള പോലീസിനെ എത്ര കഠിനമായി ആക്ഷേപിച്ചാലും പോലീസിന് മുന്നിൽ BJPയും ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. BJPയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഇത്ര കഠിനമായി, ഇതിനേക്കാൾ കഠിനമായ നിയമം നമ്മുടെ നാട്ടിൽ ഇല്ല, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു പുനരവലോകനത്തിന്, പുനർവിചിന്തനത്തിന് വിധേയമായില്ലെങ്കിൽ ശ്രീധരൻപിള്ള ഉദ്ദേശിക്കുന്നത് പോലെ ഈ കേസിലെ പ്രതികളെ യഥാവിധി വിചാരണ നടത്തി ശിക്ഷിക്കാൻ കോടതികൾക്ക് കഴിയാത്ത അവസ്ഥയുണ്ടാകും. പ്രതികളെന്ന് പറഞ്ഞ് പിടിക്കപ്പെടുന്നവരെ പീഡിപ്പിക്കാൻ മാത്രമേ ഈ നിയമം സഹായകമാവുകയുള്ളൂ. അവർക്ക് ജാമ്യം കിട്ടില്ല. അവർക്ക് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ആണല്ലോ നമ്മുടെ നിയമത്തിന്റെ കാതലായ ഒരു വശം, അതവർക്ക് ലഭിക്കില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ നിയമത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കരിനിയമം പ്രയോഗിച്ചുകൊണ്ട് ആണോ ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത്? അതല്ല, ഫലപ്രദമായി നാട്ടിൽ നിലവിലുള്ള പൗര അവകാശങ്ങൾക്ക് യോജിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്, വിചാരണ നടക്കേണ്ടത്, ശിക്ഷ ഉണ്ടാകേണ്ടത്? അക്കാര്യം ഈ വൈകാരികമായ പ്രക്ഷുബ്ധാവസ്ഥയ്ക്ക് അപ്പുറത്ത് ശ്രീധരൻപിള്ള സമചിത്തതയോടെ ആലോചിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതിനെ ന്യായീകരിക്കാൻ ശ്രീധരൻപിള്ളയ്ക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അഭിപ്രായം പറയാത്തത്. നമ്മൾ ഇന്നത്തെ ഈ ചർച്ച കതിരൂരിലെ കൊലപാതകത്തെക്കുറിച്ചല്ലല്ലോ. ഈ നിയമം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുന്നത് ശരിയോ തെറ്റോ? രാഷ്ട്രീയമായ കൊലപാതകമാണെന്ന് ശ്രീധരൻപിള്ള പറയുന്നു. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണോ ഈ കരിനിയമം? അത് മൗലികമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത്. അഡ്വക്കേറ്റ് ലിജു, രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ ഇത്തരം നിയമങ്ങൾ? രാജ്യത്ത് വലിയ ചർച്ചയായിരുന്നു കതിരൂരിലുണ്ടായ കൊലപാതകം. RSSന്റെയും BJPയുടെയും കേന്ദ്ര നേതാക്കൾ ഒക്കെ പ്രതികരിച്ചു. രാജ്നാഥ് സിംഗ് സംസ്ഥാന സർക്കാർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടു എന്ന വാർത്തകൾ വന്നു. ഇത് സ്വാഭാവികമായി സൃഷ്ടിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന് വഴങ്ങിപ്പോയിട്ടുണ്ടോ സംസ്ഥാന പോലീസ് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ഉപയോഗിക്കാൻ പാകത്തിൽ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായും നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ പോലീസിൻ്റെ നടപടികളെ ആ സംഭവത്തിൻ്റെ വൈകാരികത അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഗവൺമെൻറ് പറഞ്ഞിട്ടല്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും കേസെടുക്കുന്നത്. കേസ് ശക്തമാക്കാൻ വേണ്ടി ചിലപ്പോൾ അത്തരം നിയമങ്ങൾ ചുമത്തപ്പെട്ടേക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ സാങ്കത്യം വരും ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതാണ്. ഇത്തരം ഒരു കേസിൽ UAPA ചുമത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതൊരു ലീഗൽ ക്വസ്റ്റ്യനുമാണ്. UAPAയുടെ പരിധിയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോട് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ മാത്രമാണോ, സമൂഹത്തിൽ വളരെയധികം ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളും രാഷ്ട്രീയ അക്രമങ്ങളും? ഇപ്പോൾ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് അക്രമം ന്യായീകരിക്കപ്പെടാൻ പറ്റില്ലല്ലോ. ഒരിടത്ത് വർഗീയ സംഘർഷം നടക്കുന്നു, വർഗീയ സംഘർഷവും രാഷ്ട്രീയ സംഘർഷവും വിധ്വംസക പ്രവർത്തനവും ഒക്കെ തന്നെ അതിൻ്റേതായ തീക്ഷ്ണതയുണ്ട്, അല്ല അതിൻ്റേതായ മോശമായ വശമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം കലർന്നതുകൊണ്ട് ഒരു അക്രമം ന്യായീകരിക്കപ്പെടുന്നില്ല. CPM പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലപ്പോഴും ന്യായീകരിക്കപ്പെടുന്ന ഈ ഒരു എലിമെൻറ്റ് കൊടുത്തുകൊണ്ടാണ്. കൊലപാതകം അത് വർഗീയമല്ല, അത് വിധ്വംസക പ്രവർത്തനമല്ല, അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമുള്ളതുകൊണ്ട് കൊലപാതകം ന്യായീകരിക്കപ്പെടുമോ? ഒരു പച്ച മനുഷ്യനെ ഏത് പാർട്ടിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ അവരെ കയ്യും കാലും വെട്ടിയെടുത്ത് കളയുക, കഴുത്ത് മുറിച്ച് കളയുക, ക്രൂരമായി കുടൽമാല വലിച്ചു പൊട്ടിച്ച് കളയുക, ശരീരത്തിൽ ബോംബെറിഞ്ഞ് കൊല്ലുക, എന്നിട്ട് അതിനൊരു ന്യായീകരണം കൊടുക്കുക, രാഷ്ട്രീയ കൊലപാതകമാണ്, അതുകൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിനെ കോൺഗ്രസ് ഈ നിയമം ചുമത്തിയതിനോട് യോജിക്കുന്നുണ്ടോ കതിരൂരിലെ സംഭവത്തിൽ? കോൺഗ്രസ് പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഒറ്റ ഓട്ടത്തിൽ ഇതിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. UAPA ആക്ട് കൊണ്ടുവന്നത് കഴിഞ്ഞ UPA സർക്കാരാണ്. അതിൻ്റെ പ്രയോഗത്തെ സംബന്ധിച്ച് പല കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലാണ്. പ്രയോഗത്തെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നാലും ശക്തമായ നിയമങ്ങൾ വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അവസാനമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഒരിക്കൽ കൂടി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാജ്യത്തെ കോടതികൾ തന്നെ UAPAയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഈ നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ഹനിക്കാത്ത വിധത്തിലായിരിക്കണം പ്രയോഗിക്കേണ്ടത് എന്ന് പലകുറി വിധിച്ചിട്ടുണ്ട്. കൊബാദ് ഖാൻഡിയുടെ കേസിലൊക്കെ അത്തരം വിധികൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസ് വലിയൊരു നിയമയുദ്ധത്തിലേക്കോ നിയമപരമായ വിശകലനങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത അതില്ലേ?
തീർച്ചയായിട്ടും അതുണ്ടാകും. പക്ഷേ കോടതികളുടെ ഇടപെടലും കോടതികളുടെ വിമർശവും അതിനൊക്കെ അതീതമായി ജനങ്ങളുടെ ആഗ്രഹം, രാഷ്ട്രീയമായ നിലപാടുകളുടെ ശക്തി, കാർക്കശ്യം, അങ്ങനെയാണ് നമുക്ക് പല കരുനിയമങ്ങളും ഇല്ലാതെയായത്. നമുക്ക് പോട്ട ഉണ്ടായിരുന്നു, മിസ ഉണ്ടായിരുന്നു, ടാഡ ഉണ്ടായിരുന്നു. അതെല്ലാം അപ്രത്യക്ഷമായത് ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടാണ്, രാഷ്ട്രീയ പാർട്ടികൾ അതിനൊപ്പം പ്രവർത്തിച്ചതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽപ്പെടുത്തി ഒന്നുകിൽ സമ്പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ കാഠിന്യം ലഘൂകരിക്കുകയും വ്യക്തത കൈവരുത്തുകയും ചെയ്യുന്ന ഒരു നിയമമാക്കി ഇതിനെ മാറ്റുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഓരോ ഗവൺമെന്റിനും, കർണാടകത്തിലെ BJP ഗവൺമെന്റിന് അബ്ദുൽ നാസർ മദനിക്കെതിരെ ഈ നിയമം പ്രയോഗിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഈ കതിരൂരിൽ കൊലപാതകത്തിലെ ആരാണ് പ്രതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവർ ആരോപിക്കുന്നതൊക്കെ CPM ആണെന്നാണല്ലോ. ആ CPM പ്രവർത്തകർക്കെതിരെ ഈ നിയമം പ്രയോഗിക്കാൻ തുനിയുന്നു. ഇങ്ങനെ മാറി മാറി ആർക്കെങ്കിലുമൊക്കെ പ്രതിയോഗികൾക്കെതിരെ പ്രയോഗിക്കാനുള്ളതല്ല ഈ നിയമം. ഈ നിയമം ലിജു പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ ടെററിസം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ, അവർക്ക് പണം നൽകുന്നവർ, അതൊക്കെ തടയുന്നതിന് വേണ്ടി മുംബൈയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് പാസ്സാക്കി കൊടുത്തൊരു നിയമം, ആ നിയമം ഇന്ത്യയിലെ പൗരന്മാർക്കെതിരെ സാധാരണ നിയമമനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസുകൾ ഈ നിയമത്തിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അതിനെക്കുറിച്ച് നിയമം അറിയാവുന്നവർ, ഇതിന്റെ ഗൗരവം അറിയാവുന്നവർ, അവർ ഈ വൈകാരികതയ്ക്കെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് സമചിത്തതയോടെ ചിന്തിക്കുകയും ഒരു നിലപാട് എടുക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. റൈറ്റ്. വളരെയധികം നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ M. ലിജു, ഒപ്പം PS ശ്രീധരൻപിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.